നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന ഇന്ന് നടക്കാനിരിക്കെ പ്രചാരണം കൊഴുപ്പിക്കുകയാണ് മുന്നണികൾ. പരമാവധി വോട്ടേഴ്സിനെ നേരിൽ കണ്ട് വോട്ട് തേടാനുള്ള തയ്യാറെടുപ്പിലാണ് സ്ഥാനാർത്ഥികൾ. ഉപതെരഞ്ഞെടുപ്പിൽ PV അൻവറിന് ഒരു റോളുമില്ലെന്നും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് 24-നോട് പറഞ്ഞു. PV അൻവർ വിഷയത്തിൽ UDF നിലപാട് തന്നെയാണ് മുസ്ലിം ലീഗിന്റേതെന്ന് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി PMA സലാമും പറഞ്ഞു. അതേസമയം നിലമ്പൂരിൽ UDFന്റെ സ്ഥിതി ദയനീയമെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പരിഹസിച്ചു. ഞങ്ങൾ കാത്തു നിന്നിട്ടില്ലല്ലോ. അൻവർ നിങ്ങളെ സമയം കളഞ്ഞതേ ഉള്ളൂ. നിങ്ങളാണ് അതിന് ആവശ്യത്തിലധികം പ്രാധാന്യം നൽകിയത്. ആർക്കാണ് ആ പ്രശ്നങ്ങളെ ജനങ്ങളുടെ കോടതിയിൽ ഫലപ്രദമായി ഉന്നയിച്ച് ജനകീയമായ ഒരു വിധി സമ്പാദിക്കണമല്ലോ. അതിനാർക്കാ സാധിക്കുക എന്ന് കേരളത്തിൽ തെളിഞ്ഞ സംഭവങ്ങളുണ്ട്. മത്സരത്തിനിടയിൽ അൻവറിന്റെ റോൾ എന്താണ്? കാര്യമായ റോളില്ല. ഇൻസിഗ്നിഫിക്കൻറ്റ്. UDFന്റെ നയം എന്താണോ അതാണ് മുസ്ലിം ലീഗിൻ്റെ നയം. മുസ്ലിം ലീഗിന് UDFിൽ നിന്ന് മറ്റു ഘടകകക്ഷികളിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നിലപാടുമില്ല. തീർച്ചയായിട്ടും ഉണ്ട്. ആ ഞങ്ങൾ നിർവഹിക്കും. വലിയ ഭൂരിപക്ഷത്തിന് UDFിൻ്റെ സ്ഥാനാർത്ഥി നിലമ്പൂരിൽ വിജയിക്കും. ഞങ്ങൾ ഓൾ സെറ്റാണ്. അതിശക്തിയായ കടന്നാക്രമം UDF നേതൃത്വത്തിനും UDFിൻ്റെ അവിടെ മത്സരിക്കുന്ന സ്ഥാനാർത്ഥിക്കുമെതിരായിട്ട് അക്കമിട്ട് പറഞ്ഞ അതിശക്തിയായ രീതിയിൽ വിമർശനം ഉന്നയിച്ച അൻവറെ തള്ളാൻ ഇപ്പോഴും കോൺഗ്രസ് നേതൃത്വത്തിനാവുന്നില്ല എന്നുള്ളതാണ് ചിത്രം. ഷഹദ് റഹ്മാനും ദീപക് ധർമ്മടവും വിശദാംശങ്ങളുമായി. ആദ്യം ദീപക് ധർമ്മടത്തിലേക്കാണ്. ദീപക്, ഇന്നിപ്പോൾ നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കാനിരിക്കുകയാണ്. അതിനിടെ പോരാട്ടം കടുത്തിരിക്കുന്നു എന്നുള്ളതാണ്. മൂന്ന് മുന്നണികളും PV അൻവറിനെ തള്ളിക്കളഞ്ഞുകൊണ്ട്, പ്രത്യേകിച്ച് LDFും UDFും പൂർണ്ണമായി തള്ളിക്കളഞ്ഞുകൊണ്ടുള്ള ഒരു പ്രചാരണമാണോ? എങ്ങനെയൊക്കെയാണ് ഇന്നത്തെ പ്രചാരണ പരിപാടികൾ? അനുജ, പോരാട്ടം കനക്കുന്നു എന്ന് നമ്മൾ അതിശയോക്തിപരമായി പറയുന്നതല്ല. വളരെ കൃത്യമായി UDF LDF പോരാട്ടം തന്നെയാണ്. അതായത് നമ്മൾ കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകൾ പരിശോധിച്ചാൽ നമ്മൾ തൃക്കാക്കരയിലും അതുപോലെ പുതുപ്പള്ളിയിലും ഒക്കെ കണ്ടതിനേക്കാൾ ശക്തമായ പോരാട്ടം, നക്ക് ഫൈറ്റിലേക്ക് രണ്ട് മുന്നണികൾ മാറി എന്നുള്ളതാണ്. അൻവറിനെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞാണ് ഇടതുമുന്നണിയും അതുപോലെ UDFും പ്രചാരണം നടത്തുന്നത് എന്നുള്ളതാണ്. ഇന്ന് KPCC പ്രസിഡന്റ് 24 അനുവദിച്ച അഭിമുഖത്തിൽ അദ്ദേഹം വളരെ കൃത്യമായി പറയുന്നത്, സണ്ണി ജോസഫ്, നഗ്ലിജബിൾ ആണ് അൻവർ എന്നുള്ളതാണ്, ഇൻസിഗ്നിഫിക്കൻ്റ് ആണ് എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും രീതിയിൽ നിലമ്പൂരിൽ ഒരു നിർണായക ശക്തിയല്ല PV അൻവർ എന്ന് സ്ഥാപിക്കാനാണ് UDF ഇപ്പോൾ ശ്രമിക്കുന്നത്. കാരണം UDFിനാണ് യഥാർത്ഥത്തിൽ തിരിച്ചടി ഉണ്ടായത്. കാരണം UDF ക്യാമ്പിലായിരുന്നു അവസാന ഘട്ടത്തിൽ അൻവർ എന്നുള്ളതാണ് അതിൻ്റെ രാഷ്ട്രീയം. പക്ഷേ CPM നേരത്തെ തന്നെ അൻവറിനെ തള്ളി പറഞ്ഞതുമാണ്. പക്ഷേ ഈ ഘട്ടത്തിൽ വളരെ കൃത്യമായി ഒരു രാഷ്ട്രീയ പോരാട്ടം, സർക്കാർ വിരുദ്ധ വികാരം ഇളക്കി വിട്ടുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ പോരാട്ടമാണ് UDF ലക്ഷ്യം വെക്കുന്നത് എന്നുള്ളതാണ് നമുക്കതിൽ നിന്ന് മനസ്സിലായത്. പക്ഷേ എന്നാൽ LDF ആണെങ്കിൽ ഭരണ നേട്ടങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് രാഷ്ട്രീയ വഞ്ചനയ്ക്ക് ഒത്താശ പാടിയ UDFിൻ്റെ രാഷ്ട്രീയം പറഞ്ഞുകൊണ്ട്, അതായത് PV അൻവറിനെ അവർ പരാമർശിക്കാതെ പറയുന്നത് PV അൻവർ കാണിച്ച രാഷ്ട്രീയ വഞ്ചനയെ പ്രോത്സാഹിപ്പിച്ചത് UDF ആണ്, UDF ശക്തി പകർന്നതാണ് എന്നുള്ളത് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാക്കിയത് ഭരണ തുടർച്ചയ്ക്ക് ഇല്ലാതാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് UDFും അൻവറും കൂടിയാണ്. അതുകൊണ്ട് തന്നെ ഭരണ തുടർച്ചയുണ്ട് എന്ന് ഉറപ്പിക്കാൻ നിലമ്പൂരിൽ ജയിക്കണം, ഇതാണ് LDFിൻ്റെ ക്യാമ്പയിൻ. ഏതായാലും രണ്ട് മുന്നണികൾ ഒപ്പത്തിനൊപ്പം ശക്തമായി മത്സരിക്കുന്നു. BJP NDA സ്ഥാനാർത്ഥി അവരുടെ ഒരു പ്രമുഖനായ പുറത്തുള്ളൊരു സ്ഥാനാർത്ഥി, അതായത് BJP ക്യാമ്പിൽ ഇല്ലാത്ത ഒരു ക്രൈസ്തവ സഭ വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരു സ്ഥാനാർത്ഥിയെയും കൊണ്ടുവന്നു. അങ്ങനെ നോക്കുമ്പോൾ ചിത്രം വ്യക്തം, UDF LDF പോരാട്ടമാണ്. പക്ഷേ BJPയും വോട്ട് സമാഹരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അനുജ, അതാണ്. ഷഹദ് റഹ്മാൻ കൂടിയുണ്ട്. ഷഹദ്, ഇപ്പോൾ ലീഗിന് ചില കാര്യങ്ങളിലൊക്കെ അസംതൃപ്തിയുണ്ട് എന്ന തരത്തിലേക്ക് വാർത്തകൾ ഉണ്ടായിരുന്നു. ഇന്ന് അതിനൊക്കെ ഒരു ക്ലാരിറ്റി നൽകിക്കൊണ്ട് ലീഗ് നേതാക്കളുടെ ഭാഗത്തു നിന്ന്, UDF നേതാക്കളുടെ ഭാഗത്തു നിന്നൊക്കെ പ്രതികരണങ്ങൾ വന്നിട്ടുണ്ട്. കൂടാതെ അബ്ബാസ് അലി അല്പസമയം മുൻപ് മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. എങ്ങനെയാണ് ചിത്രം? അനുജ, അതായത് ഇത്തരത്തിലുള്ള പ്രചാരണങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ വ്യാപകമായിട്ടുണ്ടാകും എന്ന ഒരു മുൻവിധിയോട് കൂടിയിട്ടാണ് ഇന്ന് മാധ്യമങ്ങൾക്ക് മുമ്പാകെ നേതാക്കളൊക്കെ തന്നെ കണ്ടിട്ടുണ്ടായിരുന്നത്. കാരണം നമ്മൾ പാലക്കാട് കണ്ടതാണ് ഏത് തരത്തിലായിരുന്നു വ്യാജ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നതെന്ന്. അതിനേക്കാൾ വലിയ രീതിയിലുള്ള വ്യാജ പ്രചാരണങ്ങൾ നിലമ്പൂരിൽ ഉണ്ടാകും എന്നുള്ളതാണ് നേതാക്കൾ ഒന്നാകെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം, ഇന്നലെ അബ്ബാസ് അലി തങ്ങൾ UDFിൻ്റെ കൺവെൻഷനിൽ പങ്കെടുത്തില്ല. അതുമായി ബന്ധപ്പെട്ട ചില മാധ്യമങ്ങൾ വാർത്ത നൽകിയിട്ടുണ്ടായിരുന്നു. അതിനെ തുടർന്നുണ്ടായ
വിവാദമാണ്. എന്നാൽ ആ വിവാദം പാടെ തള്ളിക്കളയുകയാണ് കോൺഗ്രസ് ഒന്നാകെ, അല്ലെങ്കിൽ UDF ഒന്നാകെ എന്ന് വേണം ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് പറയാൻ. അബ്ബാസ് അലി തങ്ങളും അത് പറയുകയുണ്ടായി. നേരത്തെ മുൻകൂട്ടി നിശ്ചയിച്ച പരിപാടി ഉണ്ടായിരുന്നു, ആ പരിപാടിയുടെ ഭാഗമായിട്ടാണ് തനിക്ക് വരാൻ സാധിക്കാതിരുന്നത്. എന്നാൽ അതേ സമയത്ത് മുസ്ലിം ലീഗിന്റെ മുഴുവൻ മുതിർന്ന നേതാക്കളും ഇന്നലെ ആ പരിപാടിയിൽ പങ്കെടുത്തു. മാത്രമല്ല പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങൾ ഹജ്ജിന് പോയതുകൊണ്ട് അദ്ദേഹം ഫോൺ മുഖാന്തരം ബന്ധപ്പെടുകയും എല്ലാവിധ സപ്പോർട്ടും നൽകുകയും ചെയ്തിട്ടുണ്ട്. വാസ്തവം ഇതായിരിക്കെ അവാസ്തവം പ്രചരിപ്പിക്കുക എന്നുള്ളത് ചിലർ കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ് എന്ന ഒരു കാര്യമാണ് പ്രധാനമായിട്ടും നേതാക്കൾ ഇന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നമുക്കറിയാം ഈ തെരഞ്ഞെടുപ്പിൽ നമുക്ക് എന്തായാലും ഒരു കാര്യം വളരെ വ്യക്തമാണ്. കാരണം മുമ്പ് എങ്ങും ഇല്ലാത്ത വിധം മുസ്ലിം ലീഗിന്റെയും അതുപോലെ തന്നെ കോൺഗ്രസിന്റെയും നേതാക്കൾക്ക് ഒറ്റ സ്വരമാണ് എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. കാരണം കൂടുതൽ വിവാദങ്ങളിലേക്കോ അല്ലെങ്കിൽ കൂടുതൽ മറ്റു പ്രതികരണങ്ങളിലേക്കോ ആരും തന്നെ പോകുന്നില്ല. എല്ലാവരും പ്രധാനമായിട്ടും ഈ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പ്രതികരണങ്ങളാണ് നടത്തുന്നത് എന്നുള്ളതാണ്. ഇന്നിപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇപ്പോൾ നിലമ്പൂരിലുള്ള ഈ പോത്തുകല്ല് മുണ്ടേരി ഭാഗങ്ങളിലാണ്. ഇവിടെയായിരുന്നു ഇന്ന് ഇത്തരത്തിൽ പഞ്ചായത്ത് തല കൺവെൻഷന് തുടക്കം കുറിച്ചിട്ടുണ്ടായിരുന്നത്. ഇനിയുള്ള ദിവസങ്ങളിൽ അത് കൂടുതൽ സജീവമാകും. ഇന്നലെ ഔദ്യോഗികമായിട്ടുള്ള കൺവെൻഷന് തുടക്കം കുറിച്ചതോടുകൂടി ഇന്ന് പഞ്ചായത്ത് തല കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു അബ്ബാസ് അലി തങ്ങൾ അല്പസമയം മുൻപ് വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യഘട്ടത്തിൽ ഒരു റാലിയായിട്ട് ഇവിടേക്ക് വരുന്നു, പിന്നീട് ഉദ്ഘാടന ചടങ്ങ് നടക്കുന്നു. അതിനുശേഷം റോഡ് ഷോ ആണ് ഇത് തീരുമാനിച്ചിട്ടുള്ളത്. പരമാവധി ഈ മേഖലയിലുള്ള വോട്ടർമാരെ നേരിൽ കണ്ട് വോട്ടുറപ്പിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഇപ്പോൾ നേതാക്കളും അണികളും ഒക്കെ തന്നെ പ്രവർത്തിക്കുന്നത്. കാരണം വിവാദങ്ങൾക്ക് ഇവിടെ സ്ഥാനമില്ല, മറിച്ച് PV അൻവറിനെ പൂർണ്ണമായിട്ടും അവഗണിക്കുക എന്ന ഒരു സ്ട്രാറ്റജി കൂടിയാണ് UDF ക്യാമ്പും നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോൾ കൈക്കൊണ്ടിട്ടുള്ളത്. ശരി, നിലമ്പൂരിൽ പോരാട്ടം കടുത്തിരിക്കുന്നു. ഇന്ന് നാമനിർദ്ദേശ പത്രികകളുടെ സൂക്ഷ്മ പരിശോധന നടക്കും.